അഖില കേരള ശാന്തിക്ഷേമ യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് വരെ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെയാണ് സഹികെട്ട് നിലനിൽപ്പിനായി പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വന്നതെന്ന് പ്രതിഷേധ പൊതുയോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മുള്ളോളം പറഞ്ഞു. ശാന്തിക്കാർക്ക് 2200 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നതെങ്കിലും കഴിഞ്ഞ 15 മാസമായി പല ക്ഷേത്രത്തിലുള്ള ശാന്തിക്കാർക്കും ശമ്പളം കുടിശ്ശികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സൂചനാ സമരത്തിനു ശേഷവും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിലെ എല്ലാ പൂജാതി കർമ്മങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമര പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹോമങ്ങളും പൂജകളൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അവയൊക്കെ പൂർത്തീകരിച്ച് 9:30-10 മണിയോടുകൂടി ക്ഷേത്രങ്ങളെ അവരുടെ ജോലി പൂർത്തീകരിച്ച് പയ്യന്നൂരിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും എത്തിച്ചേർന്ന പ്രവർത്തകർ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരായും സ്വകാര്യ ക്ഷേത്ര ജീവനക്കാരായും ജോലി ചെയ്യുന്ന ഈ പ്രവർത്തകർ ഇവിടെ എത്തി പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ ഈ ജാഥ, ഈ പ്രതിഷേധ യോഗം ഇന്ന് ഇവിടെ വിജയിപ്പിക്കേണ്ടത് ആവശ്യതയിലേക്ക് എത്തിച്ചേർന്ന നല്ലവരായ എല്ലാ ക്ഷേത്ര ജീവനക്കാർക്കും ശാന്തിക്കാർക്കും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി സന്തോഷം അറിയിക്കട്ടെ. സെക്രട്ടറി നാരായണൻ നമ്പൂതിരി കുറുവക്കാട്, കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, SNP നമ്പൂതിരി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.